ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേങ്ങാമുറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇതിന് വേണ്ടത് 2 പൊട്ടറ്റോ വേവിച്ചതാണ്, പിന്നെ ബ്രെഡ് ക്രംസ് വേണം, 2 സവാള വേണം, മുട്ട, വേവിച്ച മുട്ട വേണം, 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ പച്ചമുളക്, അതുപോലെ മല്ലിച്ചപ്പ് വേണം, പിന്നെ മുട്ട കോട്ട് ചെയ്യാൻ ആവശ്യമായ മൈദാമാവോ അല്ലെങ്കിൽ തന്നെ കോൺഫ്ലോറോ മതി. അത് പിന്നെ വേണ്ടത് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. പിന്നെ വേണ്ടത് നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഒരു 100-150 ഗ്രാം ചിക്കന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുടെ ചേർത്തിട്ട് ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് ഒന്ന് കുക്കറിൽ വേവിച്ച് വരണേ. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. അതുപോലെ സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഈ തലശ്ശേരി ഭാഗത്ത്, കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്നാക്സാണ് ഇതെന്ന് പറയുന്ന ഈ തേങ്ങാമുറി. പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആകർഷണം പോലെ ഉണ്ട് പേര് കേൾക്കുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചേർത്ത് അതിൻ്റെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ വേണ്ടത് മസാല ഉണ്ടല്ലോ, മസാല ചേർക്കാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഒരു നുള്ളു വേണം, പിന്നെ പെപ്പർ പൗഡർ അതുകൂടെ ചേർത്തിട്ട് അതും ഒരു സ്പൂൺ ചേർക്കണം. പെപ്പർ പൗഡർ ചേർത്ത് നല്ലപോലെ ഒന്ന് ആ മസാലയുടെ മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഈ മസാലയിൽ ഈ പൊട്ടറ്റോ നല്ലപോലെ മിക്സ് ആകണം. മിക്സായി നല്ലൊരു കുറച്ച് ഉപ്പൂടെ ചേർത്ത്, ഉപ്പില്ലെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോയിൽ ചെയ്ത മുട്ടയെടുത്ത് നമ്മുടെ മുട്ടക്കൂട്ടിൽ മുക്കിയതിന് ശേഷം നമ്മുടെ കോൺഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മുടെ ഈ മസാല 4 സൈഡും പൊതിഞ്ഞ രീതിയിൽ നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണേ. പൊതിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ തേങ്ങാമുറിയുടെ ഷേപ്പായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിന് തേങ്ങാമുറി എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ തേങ്ങയോ ഒരു ഐറ്റംസും, തേങ്ങയുടെ ഒരു ഐറ്റംസും ചേരുന്നില്ല. പിന്നെ വേണ്ട നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കണം. അതുപോലെ 3 മുട്ടയും അതുപോലെ ആക്കിയെടുക്കണേ. നല്ല ഷേപ്പായിട്ട് വരും, നമ്മുടെ തേങ്ങാമുറിയുടെ ഷേപ്പിൽ വരും. അതുകൊണ്ടാണ് നമ്മുടെ ഇതിനെ തേങ്ങാമുറി എന്ന് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തോ തേങ്ങ കൊണ്ടുള്ളൊരു ഐറ്റംസ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് തേങ്ങയുടെ ഷേപ്പിൽ വരുന്നത് കൊണ്ടാണ് തേങ്ങാമുറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചൂടായ എണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. ലോ ഫ്ലെയിമിലാക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ മുട്ട ഇട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. നല്ലപോലെ തിരിച്ച് മറിച്ച് ഇട്ടൊന്നും മൊരിച്ചെടുക്കണം. അതിനെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാകും, എല്ലാവർക്കും അറിയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ തേങ്ങാമുറിയുടെ ഒരു ഷേപ്പല്ലേ, കട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, തേങ്ങാമുറി ഷേപ്പായിട്ടല്ലേ ഇരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഞാൻ ചിക്കൻ കട്ലറ്റ് ആക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ കരീം. ബൈ.